കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് സെയിലിംഗ്, വെസലിംഗ് ഏജന്റ് ആൻഡ് ഷിപ്മെന്റ് കോൺട്രാക്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞു. 100% മുതലാണ് ഫീസ് വർധന. എന്നാൽ കാലാനുസൃതമായ മാറ്റമാണ് കൊണ്ടുവന്ന നിലപാടിലാണ് മാരിടൈം ബോർഡ്. ലക്ഷദ്വീപുമായി ഏറ്റവും അധികം വ്യാപാരം നടത്തുന്ന ബേപ്പൂർ തുറമുഖത്തിന് ഇരുട്ടടിയായാണ് മാരിടൈം ബോർഡ് കയറ്റുമതിയുടെ ചിലവ് വർദ്ധിപ്പിച്ചത്. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾ ഒഴികെയുള്ള മാരിടൈം ബോർഡിന് കീഴിലുള്ള തുറമുഖങ്ങളിലാണ് വർധന. ഇക്കാലം അത്രയും 5% മുതൽ 15% വരെയാണ് ഫീസ് വർദ്ധിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ 100 ഇരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സെയിലിംഗ്, വെസൽ ഏജന്റ് ആൻഡ് ഷിപ്മെന്റ് കോൺട്രാക്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നു. ലക്ഷദ്വീപിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട സജ്ജീകരണങ്ങൾ ബേപ്പൂരിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ തന്നെയാണ് കയറ്റുമതി നടത്തുന്നവർക്ക് പ്രതിസന്ധിയായി ഫീസ് വർധനവ്. ഒരു ഭാഗത്ത് ലക്ഷദ്വീപിലെ സ്പീഡ് വെസൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബേപ്പൂർ തുറമുഖത്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി അത് പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള പൂർണ്ണമായ വർധനവ്, അന്യായമായ വർധനവ് തികച്ചും പ്രതിഷേധകരമാണ്. അത് ഈ വെസലുകളെയൊക്കെ ബാധിക്കും. തികച്ചും അന്യായമായ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തുറമുഖത്തെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള നടപടിയുടെ ഭാഗമാണ് ഇത്തരം നടപടികളെന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. അതേസമയം കേരളത്തിന് പുറത്തുള്ള തുറമുഖങ്ങളിൽ ഫീസ് കൂടുതലുണ്ടെന്നും ഇവിടെയുണ്ടായത് കാലാനുസൃതമായ മാറ്റമാണ് എന്നുമുള്ള നിലപാടിലാണ് മാരിടൈം ബോർഡ്. ഫീസ് വർധനവ് കാരണം ബേപ്പൂരിൽ നിന്നും കയറ്റുമതി നടത്തുന്നവർ മംഗലാപുരം തുറമുഖത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മീഡിയ 1, കോഴിക്കോട്.